ഹോംവർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആണെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ ഓഫീസുണ്ട്, അമ്മയ്ക്ക് ജോലികളുണ്ട്, ഞങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട്. അതുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് സ്കൂളുണ്ട്. ഇന്നലെ 2 ദിവസം ഞാൻ കലാവിഷ്ണുണ്ട് ആണെങ്കിൽ എനിക്ക് പ്രൈസ് 2 കിട്ടി. എനിക്ക് ഇന്നലെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് എന്റെ ഡാൻസിന് കിട്ടി. മുമ്പ് എനിക്ക് സ്പീച്ചിന് ആണ് സെക്കൻഡ് പ്രൈസ് കിട്ടി. അതുകൊണ്ട് സമയം നല്ല വേസ്റ്റ് ആയി. പൊങ്കല് സ്റ്റോറി. അയ്യോ സത്യം പറഞ്ഞ ഞങ്ങളത് ഓർത്തില്ല പറയാന്. പല്ലവി അത് ഓർത്തത് മിടുക്കി. ഞങ്ങൾ ഇവിടെ കുറച്ച് ഇന്റീരിയർ ഒക്കെ ചെയ്തതുകൊണ്ട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി താമസിക്കുകയായിരുന്നു. പിന്നെ നാട്ടിൽ പോയി വെക്കേഷന്, അത് കഴിഞ്ഞ് വന്ന് പിന്നെ തിരക്കായി, ഇവർക്ക് എക്സാം, പിന്നെ കുറെ പ്രോഗ്രാം, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഐസ്ക്രീം കൊണ്ടുവന്നപ്പോൾ പവിത്രയ്ക്ക് ഒരു ആഗ്രഹം, ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് വെച്ചേ പറ്റൂന്ന് അതിനൂടെ ബഹളം ഉണ്ടാക്കി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മൂന്നും കൂടെ ഞങ്ങളുടെ ചോക്ലേറ്റ്, അവരുടേത് അപ്പൊ ഗെയിം എന്താന്ന് വെച്ചാൽ ഞാൻ ഗെയിം എന്താന്ന് പറയാം. ഞങ്ങൾക്ക് 2 പേർക്കും ചോക്ലേറ്റ്, അമ്മച്ചിക്ക് ആണെങ്കിലും ഒരു ബട്ടർ സ്കോച്ച്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ സ്കോച്ചുണ്ട്. അപ്പൊ ആരാണ് ആദ്യം തിന്നു തീർക്കുന്നത് അവർക്ക് ഈ ഒരു ബട്ടർ സ്കോച്ച് ഗിഫ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത് ഇവിടെ പവിത്രയുടെ ഇവിടെ അച്ഛന്റെ ബട്ടർ സ്കോച്ച് ആണ്. അത് ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് പറയുമ്പോഴാണ് കുട്ടിക്കാന്ന് അമ്മയോട് ഇരിക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇൻ 3 പ്ലേറ്റ് വേണ്ട. 3 2 പ്ലേറ്റ് വേണോ? നീക്ക് പല്ലവിക്ക് ഒരു പ്ലേറ്റ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ആക്കും. ഓക്കെ, അപ്പം 3 2 1 സ്റ്റാർട്ട്. പല്ലവി ഞങ്ങളിതുവരെ ഒട്ടിച്ചില്ല. പൊട്ടിച്ചില്ല. ഞാനിതിൽ ജയിക്കത്തുള്ളൂ, എനിക്കറിയാം. ഞാൻ വിട്ടു എന്റെ ഐസ്ക്രീം അലിയുന്നു തിന്നുന്നവള്. ഭയങ്കര തണുപ്പം. ഹലോ, അതൊക്കെ തണുപ്പില്ലയോ? ഞാൻ പവിത്ര എന്തിലേ ചോക്ലേറ്റ് ഇഷ്ടം, എനിക്ക് ബട്ടർ സ്കോച്ച്. നമ്മളെന്നെ തിരുമത്ത ചോക്ലേറ്റ് അല്ലാതെ ശ്രദ്ധിക്ക്, പത്രം കഴിക്കാൻ പോണേ. എന്ത് ചെയ്യുമല്ലയ്യ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ശക്തിമാൻ ശക്തിമാൻ അവിടുത്തെ എനിക്കതിനെ പറയണം തന്നെ പറ്റില്ല. ചേച്ചിക്ക് കിട്ടുന്ന ഗിഫ്റ്റിന്റെ പകുതി വാങ്ങിയിരിക്കുക. വാദം അടിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ നോക്കറേ
മുറിച്ച് ചവച്ചൊരിച്ച് വീഴുന്ന സ്ലോയാ. ഞാൻ പെട്ടെന്ന് ചവയ്ക്കും. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. അമ്മച്ചക്ക് ഇപ്പൊ ഐസ്ക്രീം കിട്ടിയാലേ. അപ്പൊ നമുക്ക് ഗിഫ്റ്റിലോട്ട് ഇറങ്ങില്ലേ. അപ്പൊ നമുക്ക് ബർത്ത്ഡേ അച്ഛന്റെ ഐസ്ക്രീം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അച്ഛനൊരു വിഷമവും ഇല്ല. ബർത്ത്ഡേക്ക് കിട്ടിയത് കേട്ടോ. അച്ഛൻ എന്തൊരു വിഷമമായിരിക്കും. ഒരു വിഷമമില്ല. പല്ലു ഭയങ്കര സങ്കടത്തിലാണ് തിന്നുന്നത്. നിങ്ങൾക്ക് കണ്ടാലേ അറിയാം. പല്ലു വിഷമമുണ്ടോ? വിഷമമുണ്ടോ പല്ലു? അയ്യോ കഷ്ടം. ഐസ്ക്രീം ചമ്മന്തി വെച്ചിട്ട് ഇവിടെ ഇപ്പം പല്ലുവിന്റെ കരച്ചിലായിരിക്കും ഇനിയിപ്പം നടക്കാൻ പോകുന്നത്. ബൈ.